ഹലോ എവ്രി വൺ. ഏതൊരു ഇൻ്റർനാഷണൽ സ്പേസിലേക്ക് പോകുമ്പോഴും നമ്മൾ നമ്മുടേതായിട്ട് കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എടുക്കേണ്ട കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, ചെയ്യേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഇത് കാനഡയ്ക്കോ അയർലൻഡിനോ ഓസ്ട്രേലിയക്കോ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ അല്ല, ജനറലി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന വീഡിയോ ആണ്. ആൻഡ് മേക്ക് ഷുവർ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ വേണ്ടി നോക്കുക. ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ക്യാഷ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, നമ്മൾ ട്യൂഷൻ ഫീ അതുപോലെ തന്നെ ലിവിങ് എക്സ്പെൻസിനുള്ള എമൗണ്ട് ഓൾറെഡി അല്ലെങ്കിൽ ഹാഫ് പേ ചെയ്തിട്ടുണ്ടായിരിക്കും മിക്ക രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അവിടെ GIC അല്ലെങ്കിൽ നമുക്ക് ലിവിങ് എക്സ്പെൻസ് റിലീസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ ചിലവുകളൊക്കെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തന്നെ ആയാലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് എന്തായാലും കൊണ്ടുപോകും. പക്ഷേ ആ ക്യാഷ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്യാഷ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് വഴികളുണ്ട്. ഒന്ന്, ഏതെങ്കിലും രീതിയിലുള്ള കാർഡ് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് ഫോറക്സ് കാർഡുകൾ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യത്തെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ പിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ കേസിൽ മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ട്, അതായത് എത്ര എമൗണ്ട് കൊണ്ടുപോകണം, എത്ര ഫോറക്സ് കാർഡിലാക്കണം, എത്ര ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യണം. അത് ടോട്ടലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം കൊണ്ടുപോകുന്ന എമൗണ്ടിൻ്റെ ടോട്ടൽ റിസർച്ച് നടത്തുക. ഇപ്പോൾ 2 lakhs ആണ് നമുക്ക് കൊണ്ടുപോകാൻ നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുക. കാരണം ഓരോരുത്തർക്ക് റിക്വയർമെൻറ്റ് വ്യത്യാസമായിരിക്കും. ചില ആളുകൾ അവിടെ പോയിട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾ മിക്ക ക്ലോത്തിങ് അടക്കമുള്ള കാര്യങ്ങൾ ആ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് വെക്കുക. ഏറ്റവും അഡ്വൈസബിൾ ആയിട്ട് ഞാൻ പറയുന്നത് കുറച്ച് കാർഡിൽ ലോഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോവുക, അതുപോലെ തന്നെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കയ്യിൽ പിടിക്കുക. അപ്പോൾ ഈ ഫോറക്സ് കാർഡിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ബാങ്കുകൾ ഫോറക്സ് കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പബ്ലിക് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റാർട്ടപ്സ് ഇനീഷ്യേറ്റീവ്സ് പോലെ തോമസ് സ്റ്റഡിബഡി, നിയോ ഗ്ലോബൽ, അതുപോലത്തെ കുറേ ഫേംസ് ഇങ്ങനത്തെ കാർഡുകൾ ഫോറക്സ് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതിനാണ് മാർക്കപ്പ് ഫീ കുറവ്, ഏതിനാണ് നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ളത്, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് നോക്കി നല്ല രീതിക്ക് ഡിസ്കസ് ചെയ്ത് ഒന്ന് ചൂസ് ചെയ്യുക. ആൻഡ് ഈ ഒരു കേസിൽ എൻ്റെ പേഴ്സണൽ അഡ്വൈസ്, നിങ്ങൾ രണ്ട് രീതിയിലും മണി ക്യാരി ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളത്. കാരണം ചില സമയത്ത് ക്യാഷ് അക്സെപ്റ്റ് ചെയ്യാത്ത പ്ലേസസ് ഉണ്ടായിരിക്കും. ഇൻ ദാറ്റ് പ്ലേസസ് യു ക്യാൻ യൂസ് ഫോറക്സ് കാർഡ്. ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ച് കാർഡ് അക്സെപ്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറൻസി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് സെക്കൻഡ്, രണ്ടാമത്തെ കാര്യം, പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷേ ഡെൻറ്റൽ ചെക്കപ്പും സ്കിൻ കെയർ അതുപോലെ തന്നെ മൊത്തത്തിലൊരു ക്ലിനിക്കൽ ചെക്കപ്പും നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക. ഡെൻറ്റൽ ചെക്കപ്പ് എന്ന് ഞാൻ എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ, കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും മിക്ക സ്ഥലങ്ങളിലാണെങ്കിലും അപ്പോയിൻമെൻറ്റ് കിട്ടാനൊരു ഡിലേ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ല എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആളുകളാണെങ്കിൽ ക്യാവിറ്റി ഇഷ്യൂസ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കാണുക. അതുപോലെ തന്നെ പുള്ളിയുടെ അടുത്ത് ഒരു ലോങ് ടേം ആയിട്ടുള്ള അഡ്വൈസും ചോദിക്കുക. കാരണം ഒരുപാട് ആളുകൾക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ടീത്ത് ഉണ്ട്. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ടായിരിക്കും. മേ ബി ആ സമയത്ത് ആ ക്ലൈമറ്റിൽ എത്തുമ്പോഴായിരിക്കും, അവിടുത്തെ രീതികൾക്കനുസരിച്ച് മാറുമ്പോഴായിരിക്കും അതിൻ്റെ ഡിഫറൻസും ഡിഫിക്കൽട്ടീസും ഒരാൾക്ക് വരിക. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡെൻറ്റൽ ചെക്കപ്പാണ്. രണ്ട് കാര്യം കൊണ്ട്, ഒന്ന്, നമ്മളൊരു ലോങ് ടേം ആയിട്ട് തന്നെ പോകുന്നത്, ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 years ഇല്ലാതെ നാട്ടിലേക്ക് ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തത്, അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അത് ഭയങ്കര ഈസിയും ചിലവുള്ളതായിട്ട് ഇവിടുന്ന് തോന്നും. പക്ഷേ ഇവിടുന്ന് തന്നെ ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അസ്വസ്ഥതകളില്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിന് ഈ ഒരു 2 കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന എക്സ്പെൻസ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എല്ലാം ചെക്കപ്പ് ചെയ്ത് സെറ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. മൂന്നാമത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഭയങ്കര സെൻസിബിളായിട്ട് ചെയ്യുക. കാരണം നമ്മൾ ലോങ് ടേം ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഏത് ID കാർഡ്, ഏത് ഡോക്യുമെൻ്റാണ് അവിടെ ഏത് സമയത്താണ് യൂസ് ആവുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ പല ID കാർഡ്സും ഒക്കെ വെച്ച് പോകുമ്പോൾ അത് പിന്നീട് പൂപ്പലൊക്കെ പിടിച്ച് കേടുവരിക എന്നല്ലാതെ ഇവിടെ ഉള്ളവർ അത്ര ടേക്ക് കെയർ ചെയ്തോളണമെന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിൽ വെക്കാൻ വേണ്ടി നോക്കുക. ബൾക്കായിട്ട് തന്നെ എടുത്താലും വലിയ പ്രശ്നം. കാരണം ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ പ്രിൻറ്റഡ് കോപ്പിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ കയ്യിൽ വെക്കുക. നിങ്ങളുടെ വാട്ട് എവർ റെസീറ്റ്സ്, അതായത് ക്ലിനിക്കലി ഉള്ള പ്രിസ്ക്രിപ്ഷൻസോ അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിൽ ഡോക്ടറെ കണ്ടിട്ടുള്ളതോ, നമുക്ക് ഏത് രീതിയിൽ അത് ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻറ്റഡ് വേർഷൻ നമ്മളെ കയ്യിൽ വെക്കുക. അതായത് ഒരു ഫയൽ ഓർഗനൈസർ വാങ്ങുക. ആമസോണിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും ഫയൽ ഓർഗനൈസർ. ഒരുപാട് ലീഫുള്ളത് നോക്കി വാങ്ങുക, കുറച്ചും കൂടെ നല്ല മെറ്റീരിയലിൻ്റെ നോക്കി വാങ്ങുക. അതിൽ നമ്മൾ സോർട്ട് ചെയ്ത് വെക്കുക.
അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, എപ്പോഴും നമുക്ക് പല സ്ഥലങ്ങളും പ്രിൻ്റ് ഔട്ട് ആയിരിക്കില്ല എന്തുണ്ടാവുക യൂസ്ഫുൾ ആയിട്ട് വരിക. അതായത് ഡിജിറ്റൽ കോപ്പീസ് അപ്ലോഡ് ചെയ്യേണ്ട പ്ലേസസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതേ ഡോക്യുമെൻറ്റ്സിൻ്റെ സ്കാൻഡ് വേർഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ വേർഷൻ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ചിലതിൻ്റെയൊക്കെ സ്കാൻ ചെയ്ത് കഫേയിലൊക്കെ പോയി വ്യക്തമായിട്ടിരുന്ന് സ്കാൻ ചെയ്തിട്ട് നമ്മളത് നമ്മുടെ ഫയലിലേക്കോ ഫോൾഡറിലേക്കോ പേഴ്സണൽ ഇമെയിലിലേക്കോ അറ്റാച്ച് ചെയ്ത് ഇടുക, മെയിൽ ചെയ്ത് ഇടുക. കാരണം എപ്പോഴാണ് നമുക്കത് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു ഫാക്ടറാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകുന്നു അതിൻ്റെയൊക്കെ ഓരോ കോപ്പി നമ്മുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നമുക്ക് ആരെയാണോ ട്രസ്റ്റ് ഉള്ളത് ആ ഒരാളെയും കൂടി ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുക. അതൊരു സേഫ്റ്റി സെക്യൂരിറ്റി സംഭവമാണ്. കാരണം നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് റിക്വയർമെൻറ്റ് വരും. പറയാൻ പറ്റില്ല, ഭാവിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ബാങ്കിൻ്റെ ആവശ്യങ്ങൾക്കോ ഒക്കെ നാട്ടിലുള്ള ആൾക്കാർ നമ്മുടെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ എന്തൊക്കെ കോപ്പീസ് അവിടേക്ക് കൊണ്ടുപോകുന്നോ ആ കോപ്പീസിൻ്റെ ഒരു വേർഷൻ തന്നെ നമ്മുടെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൽ ഫോർവേഡ് ചെയ്ത് നമ്മൾ സ്കാൻ ചെയ്ത് വെക്കുമല്ലോ, മെയിൽ അറ്റാച്ച് ചെയ്ത് വെക്കുമല്ലോ, ആ മെയിൽ ഫോർവേഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാനും വേണ്ടി നോക്കുക. ഈ 3 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രയോറിറ്റിയിൽ ആദ്യം അതിനെടുത്ത് പറയാനുള്ളൊരു കാരണം. അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, അവിടെ പോയി ജോബിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ റെസ്യൂം പ്രിപ്പയർ ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ എമർജൻസി ആയിട്ട് കൊടുക്കുന്ന തരത്തിൽ റെസ്യൂംസ് കയ്യിലുണ്ടാക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. കാരണം ഒരുവിധം ഇപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് റെസ്യൂമ് ഏത് ടൈപ്പ് വേണം, എന്തൊക്കെ ജോബ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വേണം, അതുപോലെ തന്നെ അവരെന്തൊക്കെ ചോദ്യങ്ങൾ അവിടേക്ക് ചോദിക്കും. ഇപ്പോൾ ഞാനൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന റെസ്യൂമിൽ ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് കുറേ ആളുകൾ പറയുന്നുണ്ട് മാഗ്ഡിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായി, പ്രീവിയസ് എംപ്ലോയറിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന റെസ്യൂംസ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏർലി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നല്ല രീതിക്ക് മനസ്സിലാക്കണം നോക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ്, എന്തൊക്കെ ചോദ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാം, എങ്ങനെയൊക്കെ രീതിയിൽ അതിന് നമുക്ക് കൗണ്ടർ ചെയ്ത് റെസ്പോൺസസ് കൊടുക്കാം, പൊളൈറ്റായിട്ട് എങ്ങനെ ആൻസർ ചെയ്യാം. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല റെസ്യൂമിൻ്റെ ഗ്രൗണ്ട്സിൽ എന്നുള്ളത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടികളുടെ അടുത്ത് അറ്റ് ഏർലിയസ്റ്റ് വരാൻ വേണ്ടി നോക്കാമെന്ന് പറയാറുണ്ട്. നമ്മളത് PDF-ഉം വേർഡായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ റെസ്യൂംസ് നേരത്തെ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മുടെ പ്രൊഫൈലും കൂടിയാണത്. പിന്നെ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള രസം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും എയർപോർട്ടിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും എന്നെ വിളിച്ച് പറയുക എനിക്ക് അർജൻറ്റായിട്ട് 4-5 റെസ്യൂംസ് വേണമായിരുന്നു. നമ്മുടെ കൂടെയുള്ള നൈജീരിയക്കാരനും പഞ്ചാബിക്കാരനും 20ഓളം റെസ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സ്പിരിറ്റ് എപ്പോഴും നിങ്ങൾക്കും ബേസിക്കലി ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റൂംമേറ്റ്സിനെ കാണുമ്പോഴായിരിക്കും മിക്ക ആൾക്കാരും വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ജേണിയിലേക്ക് ഒരു 6 months ടൈം എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം നമുക്ക് റെസ്യൂംസ് കൊണ്ട് കൊടുക്കുന്ന പ്ലേസസ് ഹണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഉള്ള ഫിസിക്കൽ ലേബറിൻ്റെ കൂടെ ഈ റെസ്യൂംസിനും കൂടെ വെയിറ്റ് ആകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ബെറ്റർ ഒരു 4-5 കോപ്പി കൊണ്ടുപോകാൻ വേണ്ടി മാക്സിമം നോക്കുക. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ പിള്ളേരോട് പറയാറുണ്ട് എന്തെങ്കിലും ഓൾട്ടറേഷൻസ് ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം തോന്നുന്നത് നിങ്ങൾക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ യു ആർ ഫ്രീ ടു ആഡ്. കാരണം നമ്മൾ വേർഡ് ഡോക്യുമെൻറ്റ് കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിലും ഒരു ജോബ് ഹണ്ടിന് ഇറങ്ങി പുറപ്പെടുമെങ്കിലും ഈ സംഭവം നിങ്ങളുടെ കയ്യിൽ ആദ്യം വേണം. അത് നമ്മുടെ യാത്രയുടെ ഒരു 3 മാസം 2 മാസം മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്ത് കയ്യിൽ പ്രിൻ്റ് എടുത്തിട്ട് വെക്കാൻ വേണ്ടി നോക്കുക. ഒരിക്കലും എയർപോർട്ട് പോകുന്ന വഴിക്ക് ആവരുത് അതിൻ്റെ പ്രിൻ്റ് എടുക്കൽ. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ ഫ്ലൈറ്റ് ബുക്കിംഗ്. നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കൺഫേം ആണ് പോകാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് അറ്റ് ദ ഏർലിയസ്റ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. കാരണം നിങ്ങളുടെ ഇൻടേക്കിൻ്റെ ഡേറ്റ് എടുക്കും തോറും ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ റേറ്റ്സ് ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബഡ്ജറ്റിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം നേരത്തെ ഏത് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും വിസ എടുക്കുകയാണെങ്കിലും ഏർലി ടൈമിൽ എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെയാണ് ഏർലി ടൈമിൽ നമ്മൾ വിസ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് റിസൾട്ടും കുറച്ച് മറ്റുള്ളവരെക്കാളും കുറച്ച് ഏർലി ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അത് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് ഫ്ലൈറ്റിന് പോകണം, അതുപോലെ തന്നെ കമ്പാനിയൻസ് ഉണ്ടോ എന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ നമുക്ക് നിർത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നല്ല സേഫ് ആയിട്ടുള്ള കാരിയേഴ്സ് എമിറേറ്റ്സ്, എത്തിഹാദ് പോലത്തുള്ള ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൺലൈൻ ഓഫ്ലൈൻ പർച്ചേസ് അതുപോലെ തന്നെ സ്കെഡ്യൂൾ ചെയ്യുക. നമ്മൾ വാങ്ങേണ്ട സാധനങ്ങൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഓൺലൈനിൽ വാങ്ങുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളതാണ്. ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഓൺലൈനിൽ നമ്മൾ ഉദ്ദേശിച്ച് സെലക്ട് ചെയ്ത സംഭവം ആയിരിക്കില്ല മേ ബി നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ അത് റിട്ടേൺ കൊടുത്ത് പുതിയത് എടുക്കുക, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസിനൊക്കെ കുറച്ച് ടൈം സ്പാൻ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് മേക്ക് എ ലിസ്റ്റ്, അത് ഡിവൈഡ്
ചെയ്യുക. കാരണം നമുക്ക് ഗ്രോസറീസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോത്തിങ്സ് ഉണ്ട്, മിസ്ലേനിയസ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനെയും ഓരോ കാറ്റഗറിയിൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സ്കിൻ കെയർ, ചിലപ്പോൾ മേ ബി സ്കിൻ കെയർ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ആൾക്കാരുണ്ടാവും, മെഡിസിൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് ഓൺലൈനിൽ വാങ്ങുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഓഫ്ലൈനിൽ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് ഓൺലൈൻ പർച്ചേസ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓഫ്ലൈൻ നമുക്ക് പിന്നെയും കുറച്ചും കൂടെ ടൈം എടുത്ത് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ ഓൺലൈനിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിയത് നമ്മൾ ഉദ്ദേശിച്ചതാണോ നമുക്ക് കിട്ടിയതെന്ന് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സമയം പോകും. അപ്പോൾ അതിന് അത്യാവശ്യം നേരത്തെ തന്നെ ഓൺലൈൻ പർച്ചേസ് നടത്തുക. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു രാജ്യത്ത് ചെന്ന് അവിടെ ഒരു 2 മാസം നിന്ന് ആളുകളെ പരിചയപ്പെടുക എന്നുള്ളത് കുറച്ചും കൂടെ ബാക്ക് ഇയേഴ്സിൽ ട്രഡീഷണൽ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന പ്രാക്ടീസാണ്. ഇന്ന് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര അഡ്വാൻസ്ഡ് ആണ്. ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്കിലും കടന്ന് ഇൻസ്റ്റഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ഉണ്ട്. ഇത് കൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടെ തന്നെ കോളേജിൻ്റെ പേജസ് നിന്ന് ആളുകളെ കിട്ടും, അലുമിനീസിനെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ കോളേജസിൽ നിന്ന് ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ജോബ് ബാങ്കുകൾ ഉണ്ടാവും, റിക്രൂട്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റുകൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് വരുന്നുണ്ടാവും. ഈ സ്ഥലത്ത് ഈ സമയത്ത് ജോബ് ഉണ്ട്, ഈ ലൈസൻസുകളൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ള രീതിക്കുള്ള പോസ്റ്റുകൾ വരുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കലും അവിടെ ചെന്നിട്ട് ആളുകളോട് സംസാരിച്ചിട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാന്നുള്ള തോട്ട് നിങ്ങൾക്ക് വരരുത്. ഇവിടുന്ന് തന്നെ നല്ലൊരു നെറ്റ്വർക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി ആളുകളെ ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ഐ വുഡ് പേഴ്സണലി സജസ്റ്റ് യൂസ് ലിങ്ക്ഡിൻ ഫോർ ദാറ്റ്. ലിങ്ക്ഡിൻ കുറച്ചൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയതുകൊണ്ട് അത് നന്നായി യൂസ് ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള ആളുകൾ കുറച്ചും കൂടെ ലിറ്റിൽ ബിറ്റ് പ്രൊഫഷണൽ ആയിരിക്കും, കുറച്ചും കൂടെ ഒരു ജോബ് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്ന ആളുകളായിരിക്കും. അപ്പോൾ ലിങ്ക്ഡിൻ മാക്സിമം യൂസ് ചെയ്യുക, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ ഒരിക്കലും അവരോട് ഹെൽപ്പ് അല്ല ചോദിക്കേണ്ടത്, നമ്മുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുക. കാരണം വേറൊരു സ്ഥലത്തെത്തുന്ന സമയത്ത് നല്ല രീതിക്കൊരു വിഷൻ ഉണ്ടായിരിക്കുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് അറ്റ് ഓൾ ദ ലീസ്റ്റ്, നമുക്ക് ഗൂഗിൾ മാപ്സ്, ഊബർ ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ ഈവൻ എന്നെപ്പോലടക്കമുള്ള ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിൻ്റെ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യുക. എങ്ങനെയാണ് ഊബറിൽ കാര്യങ്ങൾ നടക്കുന്നത്, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സ് എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഒരുവിധം എല്ലാ സ്പേസിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ അഡീഷണലി ഇപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നപ്പോൾ പറയുകയാണ്, ഓരോ രാജ്യങ്ങളിലും ലൈസൻസ് ഉണ്ടാവും. ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യാനാണെങ്കിലും ഫുഡ് സെക്ടറിൽ വർക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ലൈസൻസുകൾ ഉണ്ടാവും. ആ ലൈസൻസുകൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ആൻഡ് എല്ലാത്തിനും മുകളിലായിട്ട് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. കാരണം ഡ്രൈവിംഗ്, കുക്കിംഗ് ഒക്കെ പറയുന്നത് നമുക്ക് വേറൊരു രാജ്യത്ത് സർവൈവ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ്. സോ ഫാർ ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലും എന്തെങ്കിലും രീതിയിൽ ഡൗട്ട്സോ അതുപോലെ തന്നെ പുതിയതായിട്ട് എനിക്ക് എന്തെങ്കിലും തോട്ട്സോ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എബ്രോഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് വലിയൊരു ബാലികേറ മലയായിട്ട് തോന്നില്ല എന്നെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ലിസൺ ടു ദിസ് എൻ്റയർ വീഡിയോ. താങ്ക് യു.